بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد. بسم الله الرحمن الرحيم. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم. ليس عليكم جناح أن تأكلوا جميعا أو أشتاتا. فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة. كذلك يبين الله لكم الآيات لعلكم تعقلون. ليس على الأعمى അഅമയുടെ മേലിലില്ല. അഅമ എന്ന് പറഞ്ഞാൽ കുരുടൻ അല്ലേ? പിന്നെ ഹറജുൻ തെറ്റില്ല. എന്തിൽ? ലൈസ അലൽ അഅമ ഹറജുൻ, ഒരു കുരുടന്റെ മേൽ തെറ്റില്ല. വല അലൽ അഅറജി ഹറജുൻ, അഅറജ് എന്ന് പറഞ്ഞാൽ കാല് സരിയില്ലാത്ത മുടന്തൻ, അവന്റെ മേലിലും തെറ്റില്ല. വല അലൽ മരീദി ഹറജുൻ, രോഗിയുടെ മേലിലും എന്തില്ല? തെറ്റ് ഇല്ല. രോഗിയുടെ മേലിലും തെറ്റില്ല. പിന്നെ ഫീ എന്തിൽ? ഫീ മുആക്കലത്തി മുഖാബിലിഹിം, അവർക്ക് നേരെ എതിരിലുള്ളവർ. രോഗിയാവുമ്പോൾ ആരോഗ്യമുള്ളവൻ, കാലസരിയുള്ളവൻ, അങ്ങനെയുള്ള ഉണ്ടല്ലോ എതിർ, കണ്ണ് കാണുന്നവൻ. അവർക്ക് മുഖാബിലയിലുള്ളവരോടൊപ്പം ഇരുന്ന് തിന്നുന്നതിൽ തെറ്റില്ല. ഇരുന്ന് തിന്നുന്നതിൽ തെറ്റ് ഇല്ല. ഖാല അബ്ദുർ റസാഖ് അഖ്ബറനാ മഅമറുൻ അൻ ഇബ്നു അബി നജീഹ് കാന റജുലു, ഒരാള് കുരുടനെയും അതുപോലെ രോഗിയെയും മുടന്തനെയും കൂട്ടി തന്റെ ബാപ്പന്റെ സഹോദരന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഓർ അതിനെ തൊട്ടു തഹറുജായി നിൽക്കും, തെറ്റി നിൽക്കും. ഓർ പോകുന്നില്ല, ഈ കൂട്ടിക്കൊണ്ടുപോയ അഅമറജനെല്ലാം ഉള്ളിൽ കടത്തൂല. അപ്പോൾ ഓർ പറയുന്ന കാരണം ഞങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പോൾ പറഞ്ഞു അവരെ കൂടെ ഇരുന്ന് തിന്നുന്നതിന് എന്തില്ല? തെറ്റ്, പ്രശ്നമൊന്നുമില്ല. വല പിന്നെന്ത് പറഞ്ഞു? പറയും. അങ്ങനെ വേറെ വേറെ കാരണങ്ങളെല്ലാം പറഞ്ഞു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്ക് വരുന്നതിന് മുമ്പ് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കുരുടനെ കൂടെ ഇരുത്തൂല, രോഗിയെ ഇരുത്തൂല. അപ്പൊ അതിന് കാരണം പറയുന്നത് അഅമക്ക് ഭക്ഷണം കാണുന്നില്ല എന്നല്ല, നല്ലത് ഏതല്ലാത്തത്. രോഗിയായാൽ പൂർണ്ണമായി ഭക്ഷണം എടുക്കാൻ കഴിയില്ല, ആരോഗ്യമുള്ളവനെ പോലെ. മുടന്തനയാൾക്ക് കഴിയില്ല. അപ്പൊ പറഞ്ഞ് അവരെ കൂടെ ഇരിക്കുന്നതിൽ റുഖ്സ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. കൂടെ ഇരുത്തിയിട്ട് എന്താക്കുക, അവരെ തിന്നാൻ പറ്റുമെന്ന ആയത്ത് ഇറങ്ങി. അങ്ങനെ ചെല്ല്. വല നിങ്ങളെ നഫ്സുകളെ മേൽ തെറ്റില്ല. എന്ത്? നിങ്ങൾ തിന്നുന്നതിൽ നിന്ന്. മിംബുയൂത്തിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഈ ബുയൂത്തി ഔലാദിക്കും, നിങ്ങളുടെ മക്കൾ ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ നിങ്ങളെ വീട് തന്നെ ആക്കി. അന്ത ഒമാലുക്കലി അബീക്ക എന്നല്ല, നീയും നിന്റെ ബാപ്പയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പൻ്റെതാണെന്ന് പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങളെ വീട് കൊണ്ട് ഉദ്ദേശം എന്താണ് ഇവിടെ? ചെല്ല്. എന്നിട്ടെന്തായി? അല്ലെങ്കിൽ ഔബുയൂത്തി ആബായിക്കും, നിങ്ങളുടെ ബാപ്പമാരുടെ വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരുടെ വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളിൽ നിന്ന്, പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ എളാപ്പമൂത്താപ്പമാരുടെ വീടുകളിൽ നിന്ന്, അല്ലെങ്കിൽ അമ്മാത്തുണ്ടല്ലേ, അമ്മായിമാർ, അവരുടെ വീടുകളിൽ നിന്ന്. ഔബുയൂത്തി അഖ്വാലിക്കും, നിങ്ങളുടെ കാക്കമാർ. ഔബുയൂത്തി ഖാലാത്തിക്കും, എളാമമൂത്താമ്മമാർ. ഔമാ മലക്തും അല്ലെങ്കിൽ ഒന്നു, എങ്ങനത്തെ ഒന്നു? മലക്തും, നിങ്ങൾ മിൽക്കാക്കിയിരിക്കുന്നു. മഫാത്തിഹു, അതിന്റെ ഖജനാവുകളെ എന്ന് പറഞ്ഞാൽ ഐ ഖസൻതുമൂഹു, അതിനെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആർക്ക്? ലിഗൈരിക്കും, നിങ്ങളല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വക്കീലാണ് നിങ്ങൾ. അപ്പോ അവന്റെ കാര്യത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഓനിക്ക് ആവശ്യമുള്ളത് എടുക്കാം, ആവശ്യമുള്ളത്, കാരണം അവന്റെ വക്കീലല്ലോ.
അപ്പോൾ അതാ അവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തില്ല, എടുക്കുന്നതിൽ നിന്ന് തെറ്റ് ഇല്ല. ഔ സ്വദീഖിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങായിയുടെ, ബഹുവ സ്വദീഖ് എന്ന് പറഞ്ഞാൽ മൻ സ്വദഖക്കും ഫീ മവദ്ദത്തിഹി, നിവർത്തനാണ്. അവൻ നിങ്ങളെ സത്യമാക്കിയിരിക്കുന്നു അല്ലെ. മൻ സ്വദഖക്കും, അവന്റെ സ്നേഹത്തിൽ നിങ്ങളോട് അവൻ സത്യം പറഞ്ഞിരിക്കുന്നു അല്ലെ. സത്യമാണ്, സത്യസന്ധനാണ്. അതിനാണ് സ്വദീഖ് എന്ന് പറഞ്ഞാൽ ചങ്ങായി, നല്ല നല്ല ചങ്ങായി, സത്യസന്ധനായ ചങ്ങായി എന്നർത്ഥം. അൽമാന ഇവിടെ അർത്ഥം എന്താണ് പറയും. യജൂസുൽ അക്ലു, തിന്നാൻ പറ്റും, മിംബുയൂത്തി മന്ദുക്കിറ, ഈ പറയപ്പെട്ടവരുടെ വീടുകളിൽ നിന്ന് തിന്നാം. വൈലം യഹ്ലുറു, അവർ അവിടെ ഇല്ലെങ്കിലും പറ്റും. ഐ ഇതാ അലിമ റിളാഹും ബി, അതുകൊണ്ട് അവരുടെ പൊരുത്തത്തെ ഇവൻ അറിഞ്ഞാൽ, ഇതെല്ലാം ഓൻ്റെ ആളുകൾ തന്നെയല്ലേ, അപ്പൊ പ്രശ്നമൊന്നുമില്ലാന്ന്. ആദാബാണ് പഠിപ്പിച്ചത്. എല്ലാത്തിൻ്റെ ആദാബിയിൽ പറഞ്ഞു നോക്കും, ഒരു മനുഷ്യൻ എങ്ങനെ വേണു നോക്കും. ഞാൻ സൂറത്തുൻ നൂർ ഓതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅകുലു ജമീഅൻ ഔ അഷ്താത, നിങ്ങളെ മേൽ തെറ്റില്ല. എന്ത് തെറ്റില്ല? നിങ്ങളെല്ലാവരും തിന്നുക. ഈ മുജിത്തമിയായിന, നിങ്ങൾ തന്നെ ഒരുമിച്ച് കൂടിയവരായ നിലക്ക് തിന്നുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ അഷ്താത്തൻ മുത്തഫരിഖീന, വിട്ടുപിരിഞ്ഞവരായ നിലക്ക് തിന്നുന്നതിലും തെറ്റില്ല. ഏതിന്റെ ജമ്മാണ്? സത്തിൻ അല്ലെ, ചെല്ലുക. പിന്നെ ഈ ആയത്തിറങ്ങിയത് ചിലരിലാണ്. എങ്ങനത്തെ ചിലർ? തഹറജ്, അവരൊരു തെറ്റായി കണ്ടു. എന്തിനെ? വഹദ, ഒറ്റക്ക് തിന്നുന്നതിനെ ഒരു തെറ്റായി കണ്ടു. വൈദാലം യജിദ്, അയാൾ എത്തിച്ചില്ലെങ്കിൽ മയ്യു ആക്കിലുഹു, അയാളോടുകൂടെ തിന്നുന്ന ഒരാളില്ലെങ്കിൽ യത്രുക്കുൽ അക്കല, തിന്നലിനെ തന്നെ എന്താവും, ഞാനുണ്ട്. അപ്പൊ കൂടെ ഒരാൾ വേണു, കട്ടർ തിന്നൊരാളാണ്. പണ്ടെല്ലാം അങ്ങനെ തിന്നാറ്, ഇപ്പൊ എല്ലാം നേരെ ഉൾട്ടേ അർത്ഥയിത്താ. ഇപ്പൊ 21% അപ്പറാണ്. പണ്ട് ഇപ്പൊ ആയത്തിറങ്ങാൻ കാരണം എന്തിനാ? ഒറ്റക്ക് തിന്നില്ല, പിന്നെ ഒരുത്തന്നെ കൂട്ടിയിട്ടേ എന്താക്കും. അപ്പൊ ഇന്നൊരാളില്ലെങ്കിൽ തിന്നല, അയാൾ തിന്നുന്നതിനെ വിടുണ്ട്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെയും കൂടെ കൂട്ടുന്ന നല്ല ഒരു സ്വഭാവം, അങ്ങനെയല്ല ഇത്. മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാണ് ബനു ലൈസ് ഇബ്നു അംർ എന്ന് പറയുന്ന കിനാന ഗോത്രക്കാരാണ്. അപ്പൊ കൂടെ ആൾ വേണം. ഒരു ദിവസം ഫുള്ള് കാക്കും, ചിലപ്പോൾ ഒരു അതിരി കിട്ടണം തിന്നാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഒന്നും തിന്നുന്നല്ല. അപ്പൊ അതിനൊരു വലിയ തെറ്റായിട്ട് ഒരു കണ്ടു. അതിന് പറഞ്ഞ് അങ്ങനെല്ലാം ആക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്താക്കാം ഒറ്റക്ക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് തിന്നു. അതായത് കൂടെ ഒരാളെ കൂട്ടുന്ന നല്ല ഒരു സ്വഭാവം. ഒറ്റക്ക് തിന്നലല്ല, കക്കൂസ് പോയി തിന്നലല്ല. ഗമ്മത്ത് കിട്ടി കൊന്ത ഉണ്ടാണ് സൗണ്ട് സണ്ണാക്കല്ലോ കടല തിന്നലേ ചാക്കുര ഭാര്യ ജാഗ്രത. പിന്നോർത്താ കൊന്തായിരുന്നു ചിരിക്കണ്ട, അങ്ങനാക്കടാ. ഉണ്ടെങ്കിൽ എന്താക്കാം, തെല്ലുണ്ടെങ്കിൽ കുറച്ചാൾ തെല്ല ചുറ്റും ഉള്ള ആൾക്ക് കുറച്ച് കൊടുക്കാം. അപ്പം നല്ല ഇത് കിട്ടും, ബർക്കത്തുണ്ടാവും. അപ്പം കൊടുക്കുന്ന ഗുണം വേണമെന്നാണ് ഇപ്പം പറയുന്നത്, അറിഞ്ഞാ? പിന്നെ അപ്പം അങ്ങനെ ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നാൽ, ലക്കും ലാ അഹ്ല ബിഹ, അവിടെ ആരും ഇല്ല, അങ്ങനത്തെ വീട്ടിൽ കടന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സലാം പറയുക. എന്ന് പറഞ്ഞാൽ യഖൂലു അസ്സലാമു അലൈനാ, ചെല്ലലുണ്ടാ? ആറില്ലാത്ത സ്ഥലത്തേക്ക് പോയെങ്കിൽ എന്താ പറയണ്ടേ? അലൈനാ വഅലാ ഇബാദില്ലാഹി. കാരണം നിശ്ചയം മലക്കുകൾ അലൈക്കും, നിങ്ങളെ മേൽ അവർ ജവാബ് പറയും, മടക്കും. അഹ്ലുൻ, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസല്ലിമു അലൈഹിം, അവരെ മേൽ എന്ത് പറയൂ? അസ്സലാമു അലൈക്കും എന്ന് പറയും. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്, ഇത് തന്നെ അള്ളാഹുവിന്റെ അടുത്തിൽ നിന്നുള്ള ഗിഫ്റ്റായ നിലക്ക്. മസ്തറു ഹയ്യ അല്ലെ, അതിന്റെ മസ്തറാണ് പറയും. മുബാറക്കൻ, ഇത് തന്നെ ബറക്കത്താക്കപ്പെട്ട നിലക്ക്. ത്വയ്യിബത്തൻ, ഇത് തന്നെ നല്ലത്. ഇസാബു അലൈഹ, അതിന്റെ മേൽ പ്രതിഫലം നൽകപ്പെടും. ഇപ്രകാരം യുബയ്യിനുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. അൽ ആയാത്തി, അവന്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ. അയ്യുഫസ്സിലു ലക്കും മആലിമ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ അടയാളങ്ങളെ നിങ്ങൾക്ക് അവൻ വ്യക്തമാക്കി തരുന്നു. എന്താണ് ശിസ്തു എല്ലാം പറഞ്ഞു തരുന്നു, മര്യാദ എന്താണ്, എങ്ങനെ ചെയ്യണം. ലഅല്ലക്കും ഞാൻ പറഞ്ഞില്ല, അദബുൽ മുസ്ലിം ചൊന്നിട്ട് ഒരു കിതാബ് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സുമാർ കിതാബല്ല ചൊന്നല്ലേ പണ്ട് ഇല്ല നോക്കിയാറാ പന്ത്രണ്ട് നക്ക് വെക്കണ്ട, നിങ്ങൾ നോക്കുന്നു നോക്കിയാ അദബുൽ മിൻ അദബിൽ മുസ്ലിം ഉണ്ടല്ലേ, അതുകൊണ്ട് ഇക്കൊണ്ടേ ഇവിടെ ഉണ്ടാ. അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ നല്ല ഉണ്ടത്. മുസ്ലിമിന്റെ അദബ് എന്ന് പറഞ്ഞ ചെറിയ റിസാല, അതിൽ കുറേ വിഷയങ്ങൾ പറഞ്ഞു. അദബ് എന്താണ്,
മുസ്ലിമിന്റെ അദബ് നോക്കാം, ഫുള്ളായിട്ട് നോക്കാം. പിന്നെ എന്താ പറഞ്ഞേ? ലഅല്ലക്കും നിങ്ങൾ ബുദ്ധിയുള്ളവർ ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലികൈ തഫ്ഹമു ദാലിക, അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ എല്ലാം വിശദീകരിക്കുന്നത്. പിന്നെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംറിൻ ജാമിഇൻ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂ ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലൈക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി فإذا استأذنوك لبعض شأنهم فأذن لمن شئت പിന്നെ واستغفر لهم الله إن الله غفور رحيم. എന്താ പറഞ്ഞ നോക്കൂ. നിശ്ചയം മുഅ്മിനീങ്ങൾ, ഖാലിസീങ്ങളായ മുഅ്മിനീങ്ങളെ മദ്ഹാക്കുന്ന മുനാഫിക്കീങ്ങൾക്ക് ഒരു കുത്തുണ്ട് ഇതിൽ. അതായത് ഖുറൈശികൾ ആമൽ അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്തിൽ ആർ വന്നു? ഖുറൈശികൾ വന്നു അല്ലെ, മക്കത്തിൽ നിന്ന്. അങ്ങനെ മജ്മഉൽ അസിയാൽ, മഴവെള്ളമെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലം, മദീനയിലുള്ള റൂമ ബീറുംബിൽ മദീന, ആ ഭാഗത്താണ് അവർ എല്ലാം റെഡിയായത്. അതിന്റെ ഖായിദ് അബൂ സുഫിയാനാണ്. അങ്ങനെ ഖത്ഫാൻ ഗോത്രക്കാർ വന്നു, അവർ ഒരു സ്ഥലത്ത് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷയം കിട്ടി. അങ്ങനെ മദീനയിൽ ഖന്തക്കുണ്ടാക്കിയല്ലേ മുസ്ലിമീങ്ങൾ പണിയെടുത്ത്. മുനാഫിക്കീങ്ങളിൽപ്പെട്ട കുറെ ആൾ പിന്തി. അവർ എന്താക്കുന്നത്? അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാതെ എല്ലാം മുങ്ങിയവർ. അതേസമയത്ത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ അവർ നേരെ ആരെടുത്ത് പോകുന്ന നേതാവുണ്ടല്ലോ ഇവിടെ, ഓർമ്മയെല്ലാം കട്ടൊരു സപ്പാട്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മുഅ്മിനീങ്ങൾ വരും. എന്നിട്ട് സമ്മതം ചോദിക്കും, ഒന്ന് പോയിട്ട് വരട്ടാം. ആവശ്യം തിന്നാ വീണ്ടും വരും. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയം മുഅ്മിനീങ്ങൾ ആരാണ്? അവർ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ പോകുമ്പോൾ വരെ അവർ സമ്മതം ചോദിച്ചിട്ട് പോകും. ഇതാക്കാനും അവർ ആണെങ്കിൽ അയാൾ അയർ റസൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആയാൽ എന്തിൽ? ജാമിഈൻ, ഒരു ജാമിയായ കാര്യത്തിന്റെ മേലെ എല്ലാരെയും ഒരുമിച്ച് കൂട്ടുന്ന കാര്യം. അതേതുപോലെ ജുമാ, ഖുതുബ, പെരുന്നാൾ, യുദ്ധം, അതെല്ലാം വന്നതിൽ അതിലാണെങ്കിൽ ഭയങ്കര വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലുണ്ടെങ്കിൽ ജുമാ നാളിൽ ഒരാൾക്ക് പള്ളിയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഒരാവശ്യത്തിന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അപ്പോൾ തങ്ങൾക്കറിയും, തങ്ങൾ സമ്മതം കൊടുക്കും. വേണ്ട എവിടെ? പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടു അല്ലെങ്കിൽ ജുമാന്റെ നാളിൽ ഖുതുബന്റെ സമയമാണ്, ഒരാൾക്ക് പുറത്തു പോകണമെന്ന് കുത്ത പോകണ്ടല്ല അങ്ങോട്ടാണ്. അപ്പോൾ അവരെല്ലാം അനുസരണ നോക്കല്ലേ, ഭയങ്കരമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരെന്താക്കുമെന്ന് പറഞ്ഞാൽ നേരെ മുമ്പിൽ വന്ന് നിൽക്കും. പിന്നെ അങ്ങനെ പറയും, അത് എഴുതി വെക്കണോ നോക്കിയിട്ട് മനസ്സിലായി. അപ്പോൾ അതാണ് സ്വഹാബത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി, അവർക്ക് ഇരിക്കാൻ പറഞ്ഞു എല്ലാവരും ഇജ്ലിസൂൻ. അപ്പോൾ ഒരു സ്വഹാബി ദൂരെ നിന്ന് വന്നുകൊണ്ട് അയാൾ കേട്ടത്. അപ്പോൾ അയാൾ അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരിക്കാൻ പറഞ്ഞല്ല, പള്ളിയിലുള്ള ആളുകൾ ഇരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ എവിടെ മതച്ചിരുന്നു. എൻ്റെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലിസ് എന്നല്ലേ പറഞ്ഞത്. എന്തായിത്താ ഞങ്ങളെല്ലാം ന്യായക്കത്ത് സുമാർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. പിന്നെ ആയത്ത് വായിക്ക്. വൈദ ഇന്നമൽ അല അംറിൻ ജാമിഅ, അതാണ് വിഷയം. അവർ ഒരു ജാമിആയ കാര്യം, എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കാര്യം. എന്നാൽ ലം യദ്ഹബ്, അവർ പോകൂല. ഇല്ല ഉദുരില്ലവും, അവർക്ക് എന്തെങ്കിലും ഉദുർ ആരിതായതിനു വേണ്ടി അവർ പോകൂല. ഹത്താ യസ്തഅ്ദിനു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ സമ്മതം ചോദിക്കുന്നത് വരെ പോകൂല. ആ സമ്മതം ചോദിക്കുന്നവരെ മദ്ഹാക്കി ഖുർആൻ നോക്ക്. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് സമ്മതം ചോദിക്കുന്നവർ ഉലൈക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവർ ആണ്. അങ്ങനെ തങ്ങളോട് അവർ സമ്മതം ചോദിച്ചാൽ, അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി സമ്മതം ചോദിച്ചാൽ ഫഅദൽ ലിമൻ ശീത മിൻഹും നില്ലേ, അവരിൽ നിന്ന് തങ്ങൾ ഉദ്ദേശിച്ചവർക്ക് സമ്മതം കൊടുക്കുക. ബിൽ ഇൻസിറാഫ്, തിരിഞ്ഞു പോവൽ കൊണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തബൂക്ക് യുദ്ധത്തിൽ പുറപ്പെട്ടു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് തന്റെ പുറക്ക് പോകാൻ, കുടുംബത്തിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്ത് ഇർജിഅ ഫലസ്ത ബി മുനാഫിഖിൻ എന്ന് പറഞ്ഞു. മുനാഫിഖൊന്നും അല്ല, നിങ്ങൾക്ക് പോവാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തായി? പിന്തിയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഇരിക്കാൻ പറഞ്ഞു. ബദ്ർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയാണ്, വരണ്ടാന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തവരുണ്ട്. ഫഅദൽ ലിമൻ ശീത മിന്നു, അവരിൽ നിന്ന് തങ്ങൾ ഉദ്ദേശിച്ചവർക്ക് എന്താക്കുക. അവിടെ സമ്മതം, ഇത് എല്ലാവർക്കും സമ്മതം കൊടുക്കണമെന്ന് പറഞ്ഞില്ല. സമ്മതം ചോദിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അങ്ങനെ അവർ സമ്മതം ചോദിച്ചാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സമ്മതം കൊടുക്കുക, അല്ലാത്തവർക്ക് കൊടുക്കണ്ട. അപ്പൊ ഇത് ആരെ ഏൽപ്പിച്ചു എന്നാ? അള്ളാഹു ഡയറക്റ്റ് ചൊല്ലൂല്ല, എല്ലാവർക്കും കൊടുക്കണം. പിന്നെന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കി. നമുക്ക് ഭയങ്കര പഴക്കല്ല ഇത്, നിങ്ങൾക്ക് ബേനായ പോലെ ആക്കിയുള്ളവരുണ്ട്. അപ്പൊ അത് കാരണം അന്നഹുൽ വാസിത്തത്തുൽ ഉദ്മാ ബൈനൽ ഖൽഖി വറബ്ബിഹിം, സൃഷ്ടികളുടെയും റബ്ബിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തിയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മതം ചോദിച്ച കൊടുത്താൽ പോവാം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ അത് തങ്ങൾ സമ്മതം കൊടുത്താൽ അതാണ് പഠിച്ചോണ്ട് പുറത്താന്ന് മനസ്സിലാക്ക. വഖുസ്സക ബിൽ ഹുദാ ഫീ കുല്ലി അംരിൻ വഖസ്സക ഫലസ്ത തശാഉ ഇല്ലാ മാ യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ തങ്ങൾ ഉദ്ദേശിക്കൂലാന്ന് കണ്ട. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅദൻ ലിമൻ ശീത മിൻഹും, തങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചത് അവർക്ക് എന്ത് കൊടുക്കുക? സമ്മതം കൊടുക്കുക. പിന്നെ എന്താ പറഞ്ഞ? അപ്പൊ വല്ലാത്ത ആയത്താണ് ഇന്നത്തെ ഇതിൽ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി, അതുകൊണ്ടാണ് ഏൽപ്പിച്ചത് എല്ലാം തങ്ങളിലേക്ക്. പിന്നെ വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക തങ്ങൾ. തങ്ങൾ കാരണം തങ്ങളെ കൂടെ ഇരിക്കുന്ന ആ പവർ അവർക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടില്ലേ ഉതിരുള്ളത് കൊണ്ട്. അപ്പൊ തങ്ങളെ കൂടെ ഇരിക്കുന്നതും ദൂരെയാകുന്നതും നോക്കിയാൽ ജാവുമ്പോൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവർക്ക് തങ്ങൾ മാപ്പ് ചോദിക്കുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, എല്ലാം പുറത്തു കൊടുക്കുന്നവനാണ്, റഹീമാണ്. അള്ളാഹു ടൈറ്റാക്കുന്നില്ല, പിടിച്ചു വെക്കുന്നില്ല, ഉടനെ വേണം അങ്ങനെ പറയുന്നില്ല. ഉതിരുള്ളവർക്ക് എന്തുണ്ട്? അവർക്ക് സമ്മതമുണ്ട്, മാഫുണ്ട്. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. لا تجعلوا നിങ്ങൾ ആക്കരുതേ ദുആ الرسول, റസൂലിന്റെ ദുആനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിയെ ബൈനക്കും നിങ്ങളിടയിൽ കദുആഇ ബഅദികും ബഅദ, നിങ്ങളിൽ നിന്ന് ചിലർ ചിലരെ വിളിക്കും പോലെ വിളിക്കോ തീറ. അബിയൻ തഖൂലു യാ മുഹമ്മദ് സല്ലല്ലാഹു. അപ്പൊ ഇതൊരു സാമാന്യ ആളല്ല, നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ ഒന്നും വിളിക്കണ്ട. നിങ്ങളെ പോലത്തെ ആളാണെന്ന് പറയാൻ പറയുന്നല്ലേ, അവർക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾ പരസ്പരം അങ്ങനെ വിളിക്കണ്ട, പേര് പറഞ്ഞിട്ട് നേരെ വിളിക്കണ്ട. പിന്നെ വളരെ ആദരവോടെ വിളിക്കുക. യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ്, യാ ഇമാം അൽ മുർസലീൻ, യാ റസൂൽ റബ്ബിൽ ആലമീൻ, യാ ഖാത്തിമൻ നബിയീൻ സല്ലല്ലാഹു. അങ്ങനെല്ലാം വിളിക്കുക. അത് ഹയാത്ത് കാലത്തായെങ്കോ വഫാത്ത് കാലത്തായെങ്കോ അങ്ങനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ നിസാറാക്കിയ അവൻ കാഫിറാണ്, മൽഊനും ഫി ദുനിയ വൽ ആഖിറന്ന്. മുസ്ലിമിന്റെ പേരുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ നിസാരനാക്കി എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിക്കാം, സാമാന്യ ആളെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പ ഉമ്മനെ എതിർത്തു, അതെല്ലാം അതിൽ വന്നത് തന്നെ. ഇതെല്ലാം ആരെ ചെറുതാക്കലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുതാക്കലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാന്ന് പറയാം, മൽഊനാണ്. പിന്നെ ചെല്ലില്ല, നിങ്ങൾ എന്ത് പറയണം? ബൽ ഖൂലു, നിങ്ങൾ പറയണം യാ നബി അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലീനിൻ വതവാളുഇൻ വഖഫ്ളി സൗത്തിൻ, വളരെ മയത്തോടെ വളരെ വിനയത്തോടെ സൗണ്ട് എല്ലാം താഴ്ത്തിട്ടും ഉണ്ടണം. ലാ തജ്ഹറൂ ബിൽ ഖൗൽ എന്ന് വന്നില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ ഗുട്ടി എന്ന പോലെ ഉണ്ടാവുള്ളൂ, അത്ര മെല്ലെ. അപ്പൊ ചിലപ്പോൾ അവർ പറയുന്നത് തന്നെ എന്തെന്ന് കേൾക്കല, പിന്നെ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിലുള്ള ആദാബുകളാണ്. അങ്ങനെ ചെയ്യണം. ഫുതൂഹും ഫലാഹും ഉണ്ടാകാൻ വേണ്ടി അഷിയാഖിന്റെ കൂടെ ഷെയ്ഖന്മാരെ കൂടെ അവരുടെ ശിഷ്യന്മാർ അവർ ഈ ആദാബുകൾ പാലിക്കണം, എങ്കിൽ അവർക്ക് വലിയ ഫുതൂഹ് കിട്ടും, ഫലാഹ് കിട്ടും, വിജയം കിട്ടും എന്നെല്ലാം പറയും. അപ്പൊ അത് ആദാബാണ്. കണ്ട. പിന്നെ ഖദ് യഅലമുല്ലാഹ്, നിശ്ചയം അല്ലാഹു അറിയും, അല്ലാഹു അറിയും. ആരെ? ഒരു കൂട്ടർ. എങ്ങനത്തെ കൂട്ടർ? മിൻകും, നിങ്ങളിൽ നിന്ന് അവർ പുറപ്പെടുന്നു, ലിവാദൻ, മെല്ലെ എന്താക്കുന്നവരും മെല്ലെ പള്ളിയിൽ നിന്ന് പുറത്തു വന്നു. എങ്ങനെ അത് നോക്കൂ, മറിഞ്ഞിട്ട് പോകുന്നല്ല. ഐ യഖ്റുജൂന, അവർ പുറപ്പെടുന്നു, മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന്, ഫിൽ ഖുത്ബയിൽ മിൻ ഗൈരി ഇസ്തിദാനിൻ, സമ്മതം ചോദിക്കാതെ, ഖുഫ്യത്തൻ, മറിഞ്ഞു വരാൻ നിലക്ക്, മുസ്തതിരീന ബിശൈഇൻ, എന്തെങ്കിലും ഒന്നുകൊണ്ട് മറച്ചു പിടിച്ച് വരാൻ നിലക്ക്. ഈ വഞ്ചനാക്കത് പണ്ടേ മുനാഫിക്കുകളെ വിഷയമാണത്. എല്ലാം കട്ട പോലാക്കടെ നേരെ വേണം ചൊല്ലയ്ക്ക്. അപ്പൊ ഈ നേരെ ഇല്ലാത്തവൻ എല്ലാം മുനാഫിക്ക് തന്നെ ആരാണെങ്കിലും.
നേരേക്ക് വാരയ്ക്കോ തീരാൻ ചൊല്ലയ്ക്ക് قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين ഒരു കൂട്ടർ പേടിക്കട്ടെ ഏത് കൂട്ടർ അവർ എതിർ കാണിക്കുന്നു അന്നംരി അയ അല്ലാഹി ഔ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൽപ്പനക്ക് എതിർ കാണിക്കുന്നവർ അൻ തുസീബഹും ഫിത്ന അവർക്ക് ബലാ വലിയ ഫിത്നയത്തലിനെ അവർ പേടിക്കട്ടെ ഔ യസീബഹും അദാബുൻ അലീം ഫിൽ ആഖിറ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് ഇതുവരെ പറഞ്ഞു നോക്കൂ ഫുൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ് തങ്ങൾ എന്ത് പറഞ്ഞോ അതാണ് ദീൻ തങ്ങൾ പറഞ്ഞതിന് അപ്പീലില്ല അപ്പുറം നോക്കില്ല ക്വസ്റ്റ്യൻ ഇല്ല ഒന്നുമില്ല അദാബുൻ അലീം അങ്ങേയറ്റത്തെ ശിക്ഷ അവർക്ക് എത്തുമെന്നത് അവർ പേടിക്കട്ടെ അലാ അറിയനെ ഇന്നലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് ആകാശഭൂമിയിലുള്ളതെല്ലാം ആർക്കാണ് മുൽക്കൻ വ ഖൽഖൻ വ അബീദൻ അധികാരവും സൃഷ്ടിയും അടിമ എല്ലാം അല്ലാഹു തന്നെ നിങ്ങൾ അല്ലാഹു അറിയും മാ അൻതും അലൈ നിങ്ങളുള്ള മാ ഒന്നിനെ എങ്ങനെ തോന്നുന്നു അൻതും അലൈ നിങ്ങൾ അതിന്റെ മേലാണ് അയ്യുഹൽ മുകല്ലഫൂൻ ഓ മുകല്ലഫീങ്ങളെ എന്ത് മിനൽ ഈമാനി വൻ നിഫാഖ് നിങ്ങൾക്ക് ഈമാനുണ്ടാ കാപട്യമുണ്ടാ എല്ലാം ആർക്കറിയാം പിന്നെ അവനറിയും യൗമ യുർജഊന ഇലൈ അവനിലേക്ക് അവരെ മടക്കപ്പെടുന്ന ദിവസം ഫീഹി ഇൽതിഫാത്തുൻ അനിൽ ഖിതാബ് നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്നല്ലേ ഇപ്പൊ പറഞ്ഞ യുർജഊൻ ഐ മതായകൂൻ അത് എപ്പോഴാണ് എന്ന് അവനിക്കറിയാം ഫൈനബ്ബിഉഹും അവർക്ക് അവൻ പറഞ്ഞു കൊടുക്കും ഫീഹി ആ ദിവസത്തിൽ ബിമാ അമിലു അവർ ചെയ്തതിനെ പറഞ്ഞു കൊടുക്കും അവർ എന്തെല്ലാം ആക്കി കറക്റ്റ് അവിടെ എല്ലാം ക്യാമറത്തിൽ ബണ്ട് ഇല്ലേ ഡ്രൈവിംഗ് ആക്കുമ്പോൾ കൊന്ത അവിടെ പോണ്ടേ പോക്കില്ല എന്തിനായിരുന്നു ചെന്നിട്ട് പക്ഷെ ക്യാമറ അവിടെ പോയിട്ടാകുമ്പോൾ എല്ലാം കാട്ടിത്തരുത് ഇങ്ങനെ 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 എല്ലാം ആയിട്ട് ഓരോ സെക്കൻഡിൽ ഓരോ മിനിറ്റ് അവിടെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ കൂടെ ഓൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നത് മറന്നിട്ടുണ്ടാവും ദുനിയാവ് അതെല്ലാം അവിടെ റെഡി പിൻ ടു പിൻ റെഡി ഫൈനബ്ബിഉഹും ബിമാ അമിലു മിനൽ ഖൈരി വശ്ശർരി ഖൈർ ഷർ എന്താണ് എന്ന് അവർക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കും വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അതല്ലാത്തതിൽ നിന്ന് എല്ലാ വസ്തുക്കളെയും അലീമുൻ അല്ലാഹു അറിയുന്നവനാണ് എന്നിട്ട് അവർക്ക് അതിൻ്റെതായ പ്രതിഫലം കൊടുക്കും തെറ്റുകളാണെങ്കിൽ അതിനക്ക് ശിക്ഷ കൊടുക്കും അല്ലേ ഇൻ ഖൈറൻ ഫഖൈറുൻ വഇൻ ശർറൻ ഫശർറുൻ അറിഞ്ഞ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സൂറത്തുൻ നൂർ എത്ര ആയത്ത് 64 ആയത്ത് നെക്സ്റ്റ് സൂറത്തുൽ ഖസസ് ഓതാ അല്ലെങ്കിൽ ഇസ്രാ ഏതോ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലെങ്കിൽ ത്വാഹ സൂറത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഖസസ് സൂറത്തിലുണ്ട് ല സൂറത്തുൻ നൂറിൽ 64 ആയത്താണെങ്കിൽ എത്ര വിഷയങ്ങളാണ് നോക്കൽ പറഞ്ഞതിപ്പല്ലോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ